സംസ്ഥാന ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തെ 1458 സർക്കാർ ജീവനക്കാർ അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തി. ക്ഷേമ പെൻഷനുകൾ പ്രയോജനപ്പെടുത്തുന്നതിനായി കണ്ടെത്തിയ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഹയർ സെക്കൻഡറി അധ്യാപകരും ഉൾപ്പെടെ നിരവധി ഗസറ്റഡ് ഉദ്യോഗസ്ഥർ തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തൽ. പദ്ധതിയിൽ കുടുങ്ങിയവരിൽ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുണ്ട്. ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലും മറ്റൊരാൾ പാലക്കാട് ജില്ലയിലും ജോലി ചെയ്യുന്നു. കൂടാതെ 3 ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരെ പെൻഷൻ സ്വീകർത്താക്കളായി കണ്ടെത്തി. നിയമവിരുദ്ധമായി ലഭിച്ച പെൻഷൻ തുകകൾ ബാധകമായ പലിശ സഹിതം തിരിച്ചുപിടിക്കാനും ഉത്തരവാദികളായ വ്യക്തികൾക്കെതിരെ കർശനമായ അച്ചടക്ക നടപടി സ്വീകരിക്കാനും സംസ്ഥാന ധനമന്ത്രി KN ബാലഗോപാൽ അധികാരികൾക്ക് നിർദ്ദേശം നൽകി. 373 ജീവനക്കാർ ഉൾപ്പെട്ട പെൻഷൻ തട്ടിപ്പുകാരിൽ ഏറ്റവും കൂടുതൽ പേർ ആരോഗ്യ വകുപ്പിലാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. പട്ടികയിലുള്ള 1458 ജീവനക്കാരിൽ 373 പേർ ആരോഗ്യ വകുപ്പിൽ നിന്നും 224 പേർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും 123 പേർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുമാണ്. ബാക്കിയുള്ളവ സാങ്കേതിക വിദ്യാഭ്യാസം, ഹോമിയോപ്പതി, റവന്യൂ, കൃഷി, ജുഡീഷ്യറി, സാമൂഹിക നീതി എന്നീ വകുപ്പുകൾക്കും കോളേജിയേറ്റ് വിദ്യാഭ്യാസ വകുപ്പിലുമാണ്. 5 വിഭാഗം ഗുണഭോക്താക്കൾക്ക് കേരള സർക്കാർ പ്രതിമാസം 1600 രൂപ ക്ഷേമ പെൻഷൻ നൽകുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല.